2 സെക്കൻഡ് എന്റെ മുഖത്തോട്ട് ഒന്ന് നോക്കിയേ. എന്നെ മാത്രം നോക്കടാ. കള്ളലക്ഷണം ഉണ്ടമ്മേ. കണ്ടോ? അവൻ ചെയ്തിട്ടുണ്ട്. അവന്റെ മുഖത്ത് കള്ളലക്ഷണം വരുമ്പോ എനിക്ക് മനസ്സിലാവും. ഞാനത് പറഞ്ഞില്ലേ, ഇവ തന്നെ അത് കളഞ്ഞത്. എനിക്ക് വാഴപ്പിണ്ടി വേണ്ട സങ്കടമാണ്. അത് പോഷക സമൃദ്ധമായ സാധനം ഞാൻ എടുത്ത് കളയോ? എനിക്ക് കളത്തറൊന്നുമില്ല. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് സങ്കടം. അയ്യോടാ, എന്നിട്ട് ഞാൻ വെറുതെ നിന്നെ കുറ്റപ്പെടുത്തി കൊള്ളാം. നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. നീ എന്തിനാ സത്യം പറഞ്ഞ അത് കളഞ്ഞ്? മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഞാനല്ല നിങ്ങൾ ചുമ്മാ നീ പോന്നേ. നീ എന്തിനാ അത് കളഞ്ഞത്? അത് പറ. നീയല്ലേടാ ഇത് പച്ചക്ക് കടിച്ചെന്നല്ല അമ്മ പറയുന്നത് കേട്ടത്. അതുപോലെ ഞാൻ അറിഞ്ഞു അച്ഛമ്മ ഒരു പെട്ടി നിറയെ കുന്തം കൊണ്ടുവരുന്നത്. ഇതെല്ലാ ദിവസം കഴിച്ച് എനിക്ക് മടുത്തു. എന്തായാലും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാന്ന് എനിക്കറിയാവോ അത്? അല്ല അമ്മ, അത് അങ്ങനെ എല്ലാ ദിവസവും കഴിക്കുമ്പോൾ ആർക്കായാലും മടുക്കും. എന്ന് പറഞ്ഞിട്ടല്ല സാധനം എടുത്ത് വലിച്ചെറിയാ ചെയ്യുന്ന. ആദ്യം ചെയ്തത് തെറ്റാ. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് പിന്നെ എന്നും വാഴപ്പിണ്ടി തോരൻ, വാഴപ്പിണ്ടി ജ്യൂസ്, വാഴപ്പിണ്ടി മെഴുക്കോറടി കഴിച്ച് പിന്നെ എനിക്ക് ഭ്രാന്തള. ഞാൻ എടുത്ത് കയറുന്നതാ. കണ്ടല്ലോ, ഇത് തന്നെയാണ് ഇവനാണ്. എന്നിട്ട് ഞാൻ എന്തായാലും എത്ര പേരെ ഞാൻ സംശയിച്ചു. നീ ഇങ്ങോട്ട് വന്നാടാ, ഇങ്ങോട്ട് വന്നാടാ. എടി കഷ്ടപ്പെട്ട എന്തായാലും ഞാൻ കഷ്ടപ്പെട്ടെന്നറിയാവോ? ആ വാഴപ്പിണ്ടി കാൽമേലത്തെ ഞാനാ ചോദിച്ചോണ്ട് എന്നിട്ട് ആ ചേമ്പ് കൂട്ടി കിടക്കുന്നത്. ഇച്ചിരി ദണ്ണം ഉണ്ട് കേട്ടോ. അത് 1 2 അച്ഛൻ ഒരു അടിച്ച ചെവിക്കല്ലേ ഞാൻ തെറപ്പിക്കും കേട്ടാ. മക്കൾ ഇത് തിരിച്ചു. ഇന്ന് എല്ലാ പണി നീ എടുത്തോ. അടിയൊന്നും കൊള്ളണ്ടല്ലോ. ഞാനിപ്പോ തുണി അലക്കിയതല്ലേ ഉള്ളൂ. അത് സാരമില്ല. അങ്ങോട്ട് പുതുക്കി കാണട്ടെ. ചെയ്ത മക്കൾ മൊത്തമുണ്ടോ? കൈക്കൊണ്ടാകല്ലേ സാധനം. നാറ്റം. അത് കേടായി പോയമ്മേ. ഇത് ഇപ്പൊ നമുക്ക് കൊപ്പരങ്ങാനും ഉണ്ടാക്കാൻ തോന്നുന്നല്ലേ? അത് മതി. നീ അതെടുത്ത് ആ വെയിലത്ത് വെച്ചാൽ മതി. നല്ല തേങ്ങയല്ല മോഹിനി ചേച്ചി പറയിക്കൊണ്ട് പോയി കാണും. അവള് കള്ളി. അച്ഛമ്മ അവള് വന്ന ഇതിനകത്ത് അടിച്ചതിനായിട്ടില്ല അച്ഛമ്മ. ചുമ്മാ കള്ളി. ആൾക്കാർ കേട്ടെന്നാ പറയാ. നോട്ടം കണ്ട അവിടെ നോട്ടം ഒളിഞ്ഞു നോക്കുന്നു. എന്നിട്ട് ഈ പേട്ട് തേങ്ങ വേണം ഇവിടെ കറി വെക്കാൻ. നാണം കെട്ടത്. ഇങ്ങനൊന്നും മനുഷ്യനോട് കുത്തുടങ്ങരുത്. അതിലൊക്കെ തിരുന്നോട്ട് കേട്ടാ. ഒരൊറ്റ തേങ്ങ ഇനി പറിക്കാട്ടില്ല. നിന്റെ തലക്കെട്ടിയാ കല്ലിട്ടോടും. മനുഷ്യനെ ഇവിടെ അയൽവക്കത്ത് ജീവിക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്തു ചെയ്യുന്നോറാ? വേണ്ട വെക്കുന്നോറോ അവളെ ഇങ്ങോട്ട് ആടി. നിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. നീ ഇന്നെങ്ങാനും കോർക്കുവാ വേണ്ട. നീ ഇങ്ങോട്ടുണ്ടോ? ഞാൻ കോർക്കാം. വീരച്ചമ്മ എന്റെ കോൺസെൻട്രേഷൻ കളയാതെ. ഇങ്ങോട്ടുണ്ടോ? അവിടെ പിടിച്ച് വലിക്കല. കയ്യിലെല്ലാം കയറി കുത്തൂലേ ഇത്? പിടിക്കട്ടാ. അടിപൊളി. എനിക്ക് ഭയങ്കര കഴിവാ. എനിക്ക് കണ്ടുപിടിക്കുന്നില്ലടി സത്യം. വയസ്സായില്ലേ? വയസ്സായി നിനക്ക്. അല്ലെങ്കിൽ സൂചിയിൽ നൂല് ഓർക്കാൻ അങ്ങനെ വയസ്സൊന്നുമില്ല. ചെറിയ പിള്ളേർക്കും ചിലപ്പം പറ്റും. അത് ഞാൻ ചെയ്തു തരണോ? അത് ഞാൻ ചെയ്തു. മധു എന്തായോ എന്തോ വിളിച്ചായിരുന്നാ? ഞാൻ എന്തിനാ വിളിക്കുന്നേ? അച്ഛനെ വിളിച്ചില്ലേ? കൊളാക്കിയിട്ടുണ്ടാവും. കൊളാക്കൊന്നുമില്ല. അവക്ക് അഭിനയിക്കാനെല്ലാം കുറച്ചറിയും. പിന്നെ എനിക്ക് കുറച്ച് ഇഷ്ടക്കുറവുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കൊളാക്കിയിട്ടുണ്ടാവും.